തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഹിപ്നോട്ടിസത്തിന് വിധേയരായ വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിൽ അന്വേഷണം നടത്തി വിദ്യാഭ്യാസ വകുപ്പ്. പുല്ലൂർ വി.കെ. രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സംഭവത്തിൽ ഇരിങ്ങാലക്കുട ഡിഇഒ സ്കൂളിൽ നേരിട്ടെത്തിയാണ് അന്വേഷണം നടത്തിയത്. അതേസമയം വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തിയത് ഹിപ്നോട്ടിസം അല്ലെന്നും വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച ചോക്കിംഗ് ഗെയിമാണെന്നുമാണ് അധ്യാപകർ നൽകുന്ന വിശദീകരണം. വിദ്യാർത്ഥികൾ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായെന്നും ബോധരഹിതരായെന്നുമുള്ള വാർത്തകളെ തുടർന്നാണ് സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയത്. ഇരിഞ്ഞാലക്കുട ഡിഇഒ ശൈല ടി സ്കൂളിൽ നേരിട്ടെത്തി അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. എന്നാൽ ഇവർ നടത്തിയത് ഹിപ്നോട്ടിസം അല്ലെന്നും യൂട്യൂബിൽ നിന്ന് പഠിച്ചെടുത്ത ഗെയിമാണെന്നുമാണ് സ്കൂൾ അധികൃതർ ഡിഇഒയെ അറിയിച്ചത്. മനഃശാസ്ത്ര വിദഗ്ധയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതെന്നും അധ്യാപകർ ഡിഇഒയെ അറിയിച്ചു. ഇതിൽ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ട് തരത്തിൽ ചെയ്യാമത്. ഒന്നുകിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു ബെൽറ്റോ അല്ലെങ്കിൽ കൈകൊണ്ട് അമർത്തി പിടിക്കുകയോ ചെയ്തിട്ട് തലച്ചോറിലേക്ക് രക്തപ്രവാഹം അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രവാഹം കട്ട് ചെയ്യുക, ഓക്സിജൻ്റെ പ്രവാഹത്തെ കുറയ്ക്കുക, അതാണ് ചെയ്യുന്നത്. അതിന് കരോട്ടിഡ് ആർട്ടറിയിൽ ഒരു പ്രസ് കൊടുത്തിട്ട് രക്തപ്രവാഹം കുറയ്ക്കുക. മറ്റൊരു തരത്തിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക, അതുവഴി ഓക്സിജൻ സപ്ലൈ തലച്ചോറിലേക്ക് കുറയ്ക്കുക. ഈ രണ്ട് രീതിയിലാണ് ഈ ചോക്കിംഗ് ഗെയിം അല്ലെങ്കിൽ ഫെയിൻറ്റിംഗ് ഗെയിം എന്ന് പറയുന്ന ഗെയിം കളിക്കുക. വിദ്യാർത്ഥികൾ പരീക്ഷിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിഷേധിച്ച ചോക്കിംഗ് ഗെയിമാണെന്നാണ് അധ്യാപകരുമായി സംസാരിച്ച മനഃശാസ്ത്ര വിദഗ്ധയായ ഷാമില ഹനീഫും പറയുന്നത്. കഴുത്തിലോ തൊണ്ടയിലോ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മനഃപൂർവ്വം നിയന്ത്രിക്കുന്നതാണ് ഈ പ്രവൃത്തിയെന്നും അപകടകരമായ ഈ വിനോദം മരണത്തിന് വരെ കാരണമാകുമെന്നും ഇവർ പറയുന്നു. കുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഒരു ഉന്മാദാവസ്ഥ, അതായത് ഒരു ഡ്രഗ്, കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലുള്ള ലഹരി ഉപയോഗിച്ച ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡ്രഗ് ഉപയോഗിക്കാണ്ട് തന്നെ, മയക്കുമരുന്ന് ഉപയോഗിക്കാണ്ട് തന്നെ ഒരു ഉന്മാദാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പുല്ലൂറ്റ് വി.കെ. രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 പേർ ചേർന്ന് ചോക്കിംഗ് ഗെയിം പരീക്ഷിച്ചത്. ഇതേ തുടർന്ന് അബോധാവസ്ഥയിലായ 4 പേരെയും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവം വിവാദമായതോടെ സ്കൂൾ അധികൃതരും കൊടുങ്ങല്ലൂർ പോലീസും മുഴുവൻ രക്ഷിതാക്കളെയും വിളിച്ചുവരുത്തി കഴിഞ്ഞ ദിവസം ബോധവൽക്കരണവും നടത്തിയിരുന്നു. സ്കൂളിലെത്തി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡിഇഒയ്ക്ക് കൈമാറുമെന്ന് ഇരിഞ്ഞാലക്കുട ഡിഇഒ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.